ഓരോ മിന്നൽ കീറിൽ കാണും കണ്ണാകെ പോയി മൂടുന്നു ഒന്നായി ഞാനും മറയും രാവിൻ നൂലിൽ ചോരും നീ. വലിയ ചെറിയ മനുഷ്യരുടെ കഥകളും ഒക്കെ ഉള്ള ഒരു പരിപാടിയാണ്. എൻ്റർടൈനിങ് അറ്റ് ടൈംസ് ഇത് ഭയങ്കര എൻ്റർടൈനിങ് ആണ്. കുറച്ച് റിഫ്ലക്ഷൻസും ഒക്കെ ഉണ്ട്. പക്ഷേ മോർ ദൻ ദാറ്റ് ഇറ്റ്സ് ഫൺ. ആൾക്കാർ ഒത്തിരുന്ന് കാണുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ദിൽ ഹാവ് എ ഫണ്ണി ഓണം. അത് കാണുമ്പോൾ ഞാൻ തന്നെ ഞെട്ടിയിട്ടുണ്ട്. അയ്യോ ഇത്ര അടിപൊളിയാണ് ഇത് ഞാനാ. ആ ഒരു ഫീല് നമുക്ക് കിട്ടും. കാരണം നമുക്കിത് ചെയ്യുമ്പോൾ ഒരു കിക്ക് കിട്ടും. അത്രയ്ക്ക് അടിപൊളിയാണ്. ഓരോ സീൻ ബൈ സീൻ ആണെങ്കിലും എല്ലാം അൾട്ടിമേറ്റ് ആണ്. ഔട്ട് ഓഫ് ദ വേൾഡ്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഉറപ്പായിട്ടും അങ്ങനെ തോന്നും. ഉറപ്പായിട്ടും വെയിറ്റ് ചെയ്യുന്നത് കേൾക്കുമ്പോൾ തന്നെ ചാർജ് ആയി കാണാനായിട്ട്. ഈ മ്യൂസിക് രണ്ടുപേരും ഒരുമിച്ച് ഡീൽ ചെയ്യുമ്പോൾ രണ്ടുപേർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കില്ലേ? രണ്ട് ടേസ്റ്റ് ആണ്. അത് തന്നെയാണ് ഇതിന് ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് എനിക്ക് തോന്നുന്നു. നമ്മൾ രണ്ട് യൂണിറ്റ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്തത്. എല്ലാ എപ്പിസോഡും ഹുക്കൊന്നും അല്ല. ചില ഇമോഷണൽ ഹുക്കൊക്കെ ഉണ്ട് ചില എപ്പിസോഡ്സ്. അതായത് മുൾമുനയിൽ കൊണ്ട് നിർത്തിയിട്ട് അടുത്ത എപ്പിസോഡ് അങ്ങനത്തെ അല്ല. നമ്മളൊരു എക്സ്പ്ലോറേഷൻ തന്നെയായിരുന്നു. ഇപ്പം അതിനകത്ത് എനിക്ക് നമ്മൾ അതിൻ്റെ കുറേ തീംസ് ഫൈൻഡ് ചെയ്യലും അങ്ങനെ ഇത് വളരെ ഒരു ലോങ് പ്രോസസ്സ് ആയിരുന്നു. അതൊരു ഭയങ്കര ഒരു റോളർ കോസ്റ്റർ റൈഡ് എക്സ്പ്ലോറേഷൻ ആയിരുന്നു. സംഭവ വിവരണം നാലര സംഘം എന്ന വെബ് സീരീസിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ് ഇന്ന് സിനിമാ പ്രാന്തന്റെ കൂടെ ഉള്ളത്. അപ്പം ഡയറക്ടർ കൃഷാന്ത്, സച്ചിൻ ആൻഡ് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് അരുൺ എന്ന് വിളിക്കണം, വർക്കി ആൻഡ് സൂരജ് സന്തോഷ്. വെൽക്കം. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീക്ക് മീറ്റ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നത് ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ് ഉള്ള ഒരു വെബ് സീരീസ് ആണ്. അപ്പൊ ട്രെയിലർ കാണുമ്പോഴും നമുക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഡിഫറെന്റ് അപ്രോച്ചിലാണ് ട്രെയിലർ പോലും പുറത്തേക്ക് ഇപ്പൊ പ്ലോട്ട്, ബാക്ക് സ്റ്റോറി അങ്ങനെ പറഞ്ഞിട്ട് കുറെ എലമെന്റ്സോടെയാണ് ഇത് പുറത്തിറക്കിയിട്ടുള്ളത് തന്നെ. സോ എന്തായിരിക്കും ഈ ഒരു വെബ് സീരീസ് പ്രേക്ഷകർക്ക് നൽകാൻ പോകുന്നത്? ഈ വെബ് സീരീസ് ഒരു ഹ്യൂമറും അറ്റ് ദ സെയിം ടൈം കുറേ ഗാങ്സ്റ്റേഴ്സിൻ്റെ സ്റ്റോറിയും കുറേ വലിയ ചെറിയ മനുഷ്യരുടെ കഥകളും ഒക്കെ ഉള്ള ഒരു പരിപാടിയാണ്. എൻ്റർടൈനിങ് അറ്റ് ടൈംസ് ഇത് ഭയങ്കര എൻ്റർടൈനിങ് ആണ്. കുറച്ച് റിഫ്ലക്ഷൻസും ഒക്കെ ഉണ്ട്. പക്ഷേ മോർ ദൻ ദാറ്റ് ഇറ്റ്സ് ഫൺ. ആൾക്കാർ ഒത്തിരുന്ന് കാണുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ദിൽ ഹാവ് എ ഫണ്ണി ഓണം. നല്ല രസമായിരിക്കും. അതെ. യെസ്. സച്ചിനിലേക്ക് വരുമ്പോൾ എന്താണ് ക്യാരക്ടർ? ഇപ്പൊ 4.5 സച്ചിന്റെ ഒരു ക്യാരക്ടറിനെ തന്നെ പറയുന്നുണ്ട്. ഒന്ന് സ്പെഷ്യലായിട്ട് എടുത്ത് തന്നെ പറയുന്നുണ്ട്. എന്തായിരിക്കും ഈ ഒരു ഗ്യാങ്ങിന്റെ ആ 4.5 ഗ്യാങ്ങിലുള്ള ഒരാളാണ്. എന്താണ് നിങ്ങളുടെ ഗ്യാങ്ങും ആ ഒരു ക്യാരക്ടറും ഒക്കെ എങ്ങനെയാണ്? ഈ പറയുന്ന പോലെ 4.5 0.5 ആണ് ഞാൻ. പിന്നെ അതായത് നമ്മളൊരു ഫ്രണ്ട് സർക്കിളുള്ള ഒരു കഥയാണ്. അതായത് നമ്മൾ ഈ ഒരു ചെറുതിലോട്ടുള്ള ഫ്രണ്ട്സാണ് ഒരുമിച്ച് പഠിക്കുന്നു. പിന്നെ നമ്മൾ ലൈഫിൽ കുറേ റെസ്പെക്റ്റ് നടത്തണം, കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം. അപ്പോൾ ഇതിലോട്ട് എത്തുന്നവരുള്ളൊരു സ്ട്രഗിൾ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇതിനകത്തോട്ട് കാണിക്കുന്നത്. പിന്നെ ഇതൊരു അടിപൊളി സംഭവമാണ്. എന്തോ എങ്ങനെ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ ഇറങ്ങിയിട്ടുള്ള ഒരു ടോപ്പ് 10 അകത്ത് നിൽക്കുന്നൊരു സീരീസ് അത്രയ്ക്ക് അടിപൊളിയായിരിക്കും. ഞാൻ എനിക്ക് അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ഇതായിട്ട് പറയുന്നില്ല. ഇപ്പം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു. എനിക്കിപ്പം പേഴ്സണലി ഞാൻ അഭിനയിച്ചിട്ട് ഓരോ സീൻ ഞാൻ പോയി അതിനകത്ത് സ്പോട്ട് ഡീറ്റെയിൽ കാണിച്ചിട്ട് നമ്മൾ പോയി കാണും. അത് കാണുമ്പോൾ ഞാൻ തന്നെ ഞെട്ടിയിട്ടുണ്ട്. അയ്യോ ഇത്ര അടിപൊളിയാണ് ഇത് ഞാനാ. ആ ഒരു ഫീല് നമുക്ക് കിട്ടും. കാരണം നമുക്കിത് ചെയ്യുമ്പോൾ ഒരു കിക്ക് കിട്ടും. അത്രയ്ക്ക് അടിപൊളിയാണ്. ഓരോ സീൻ ബൈ സീൻ ആണെങ്കിലും എല്ലാം അൾട്ടിമേറ്റ് ആണ്. ഔട്ട് ഓഫ് ദ വേൾഡ്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം. കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഉറപ്പായിട്ടും തോന്നും. ഉറപ്പായിട്ടും വെയിറ്റ് ചെയ്യുന്നത് കേൾക്കുമ്പോൾ തന്നെ ചാർജ് ആയി കാണാനായിട്ട്. ഓക്കെ. അപ്പൊ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിൽ വരുമ്പോൾ രണ്ടുപേരുടെയും ഒരു കൊളാബാണ് ഇതിൽ കാണാൻ പോകുന്നത്. നമ്മൾ എങ്ങനെ ഒരു ഡാർക്ക് കോമഡി ആൻഡ് ഒരു ഡാർക്ക് ഹ്യൂമർ, ഒരു അങ്ങനത്തെ ഒരു ടൈപ്പ് ആണല്ലോ ജോണർ എന്താ ആക്ച്വലി ഇതിന്റെ വരുന്നത്? ജോണർ ക്രൈം കോമഡിയാണ്. ക്രൈം കോമഡി. സോ അതിന്റെ എങ്ങനെയായിരുന്നു ഈ ഒരു ജോണറിനെ ട്രീറ്റ് ചെയ്ത രീതി എങ്ങനെയായിരുന്നു? മ്യൂസിക്കലി ഇതിനകത്ത് എല്ലാ ജോണർ ഓഫ് മ്യൂസിക്കും പല പല സന്ദർഭങ്ങളായി വന്നു പോയിട്ടുണ്ട്. അപ്പൊ ഇന്നൊരു പർട്ടിക്കുലർ ജോണറെ ബേസ് ചെയ്തിട്ടുള്ള മ്യൂസിക് ക്രിയേഷൻ ഒന്നും അല്ല. പിന്നെ നമ്മളൊരു എക്സ്പ്ലോറേഷൻ പോലെ എന്നുവെച്ചാൽ കൃഷാന്ത് മ്യൂസിക്കൽ ഐഡിയാസ് ഒക്കെ കുറച്ച് ഡെഫിനറ്റീവ് ആയിട്ടുണ്ട്. പുള്ളിയുടെ നറേറ്റീവിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം, ഇതിനെ എങ്ങനെ എത്ര ഒരു സ്പീഡിൽ ഈ സീൻ കൺസീവ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് റൈറ്റിംഗിൽ തന്നെ ഉള്ള ഒരു സാധനത്തിന്
പിന്നെ പുള്ളി തരുന്ന തോട്ട്സും അതെല്ലാം വെച്ച് നമ്മളൊരു എക്സ്പ്ലോറേഷൻ തന്നെയായിരുന്നു. ഇപ്പം അതിനകത്ത് എനിക്ക് നമ്മൾ അതിന്റെ കുറെ തീംസ് ഫൈൻഡ് ചെയ്യലും അങ്ങനെ ഇത് വളരെ ഒരു ലോങ് പ്രോസസ്സായിരുന്നു. അതൊരു ഭയങ്കര ഒരു റോളർ കോസ്റ്റർ റൈഡ് എക്സ്പ്ലോറേഷൻ ആയിരുന്നു. അത് നമുക്ക് ഒരുപാട് നല്ല ട്രാക്സ് ചെയ്യാൻ പറ്റി. 24 ട്രാക്ക് ഉണ്ട് പടത്തില്. ടോട്ടൽ 6 എപ്പിസോഡിലായിട്ടല്ലേ? 6 എപ്പിസോഡിലായിട്ട് 24 പാട്ടുകളുണ്ട്. അപ്പൊ 24 പാട്ടുകൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. എല്ലാ മ്യൂസിക് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിലും വരും. അപ്പം 24 പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് അതിനകത്ത് വൈഡ് വെറൈറ്റി ഓഫ് ജോൺറസ് ഒക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകളായിട്ട് നമ്മൾ കൊളാബ് ചെയ്തിട്ടുണ്ട്. റാപ്പേഴ്സ്, MC കൂപ്പർ, പിന്നെ നല്ല കുറച്ച് റൈറ്റേഴ്സ്, അത് കണ്ടംപററി പോയറ്റ്സ് ആയിട്ടുള്ള അലീന, അനിലേട്ടൻ, അനിലാൽ. അപ്പം അങ്ങനെ ഒരുപാട് എന്താണ് കണ്ടംപററി ആൻഡ് ടു ദ ടൈം ലൈക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തെ ചിന്തകളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളെ നമ്മൾ കൊളാബറേറ്റ് ചെയ്യാനും അങ്ങനെ വളരെ എക്സ്പ്ലോറേറ്റീവ് ആയിട്ടൊരു മ്യൂസിക് ചെയ്യണം. സച്ചിൻ പറഞ്ഞ പോലെ ഇത് ഇച്ചിരി ഒരു സംതിങ് ടു ലുക്ക് ഫോർവേഡ് ഫോർ എവ്രി വൺ ഇൻ ദിസ് ഗ്രൂപ്പ് ആണ്. അപ്പൊ ഐ തിങ്ക് പീപ്പിൾ വിൽ ഓൾസോ ഫീൽ ദാറ്റ് കാണുമ്പോൾ അവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒരുമിച്ചിരുന്ന് കാണുന്നത് എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് പാടാണ്. എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ ഭയങ്കര ഫണ്ടായിരിക്കും. ഒറ്റയ്ക്ക് നമ്മൾ ശ്രദ്ധിച്ചിരുന്ന കൂട്ടുകാരും എല്ലാവരും ഒക്കെ ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ ഒരു ഫൺ പരിപാടിയായിട്ട് ഫീൽ ചെയ്യുന്നത്. ഈ മ്യൂസിക് രണ്ടുപേരും ഒരുമിച്ച് ഡീൽ ചെയ്യുമ്പോൾ രണ്ടുപേർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കില്ലേ? രണ്ട് ടേസ്റ്റ് ആണ്. അത് തന്നെയാണ് ഇതിന് ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് എനിക്ക് തോന്നുന്നു. നമ്മൾ രണ്ട് യൂണിറ്റ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്തത്. കുറെ റീൽ അവൻ സ്കോർ ചെയ്യുന്നു, കുറെ ഭാഗം ഞാൻ സ്കോർ ചെയ്യുന്നു, കുറെ പാട്ട് അവൻ ഉണ്ടാക്കുന്നു, കുറെ പാട്ട് ഞാൻ ഉണ്ടാക്കുന്നു, പിന്നെ രണ്ടുപേരും കൂടി അതിനെപ്പറ്റി സംസാരിക്കുന്നു, കോൺവെർസേഷൻ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ബട്ട് ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. പിന്നെ ഞാനും വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ഒരു മുന്നേ തന്നെ നമ്മൾ 10-12 വർഷമായിട്ട് നമ്മൾ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഉണ്ടാക്കുന്നുണ്ട് ഒരുമിച്ച്. വർക്ക് ചെയ്ത് ഇൻഡിപെൻഡന്റ് പ്രോജക്ട്സിന്റെ ഭാഗം ഞാനായിട്ടുണ്ട്. എന്റെ ഇൻഡിപെൻഡന്റ് പ്രോജക്ട്സിൽ വർക്ക് ചെയ്ത ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ആ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് ഒരുമിച്ച് ഈ ഒരു വെബ് സീരീസിന്റെ ഭാഗമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇറ്റ് വാസ് നൈസ്. നമുക്ക് കുറെ കാര്യങ്ങൾ ഭയങ്കര ഫ്രൂട്ട്ഫുൾ കൊളാബറേഷൻ. അതിന് കൃഷാന്ത് അത് നമുക്ക് തന്നെ ഉള്ള ആ ഡിഫറൻസസിനെ ഒക്കെ കൃഷാന്ത് വളരെ നല്ല രീതിയിൽ അതിനെ ആർട്ടിസ്റ്റിക്കലി എങ്ങനെ ഉപയോഗിക്കാം. ഇപ്പം ഭയങ്കര കണ്ടംപററി ഇൻറ്റി ആയിട്ടുള്ള സൗണ്ടിലൊക്കെ നമ്മൾ ചില ട്രാക്സ് ക്രിയേറ്റ് ചെയ്ത് അതും ഇപ്പൊ ഇതിലൊരു ഡോഗ് ബാർക്ക് സൗണ്ട്സ് ഒക്കെ വെച്ച് അങ്ങനെ ഡോഗിന്റെ പട്ടി കുറയ്ക്കുന്ന ഒരു സൗണ്ട്സ് വെച്ച് ഒരു ട്രാക്ക് ഒരു വില്ലൻ അപ്രോച്ച് ചെയ്യുന്ന സ്ഥലത്ത് അപ്പം ഇവരെല്ലാം ഇപ്പം നശിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കുന്ന പോലത്തെ ഒരു പട്ടിയുടെ സൗണ്ടൊക്കെ വെച്ച് ഒരു ട്രാക്ക് സൂരജ് വർക്ക് ചെയ്ത് അത് കൃഷ്ണ കേൾക്കവേ തന്നെ അത് ഉപയോഗിച്ചാണ് പിന്നെ ഈ മെറ്റീരിയൽ ഷൂട്ട് ചെയ്തത്. അപ്പൊ നമ്മൾ ചില മെറ്റീരിയൽ ഒക്കെ ഉണ്ടാക്കിയത് ഇൻസ്പയർഡ് ആയിട്ടൊക്കെ കൃഷാന്ത് ഷൂട്ട് ചെയ്യുക. അപ്പൊ ഭയങ്കര ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ ആയിട്ട് തന്നെയാണ് ഇതിന്റെ മ്യൂസിക്. അപ്പൊ അത് ഒരുപാട് ജോണേഴ്സിന്റെ അകത്തൂടെ പോകുന്നതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ജോണറിന്റെ ബോക്സും സൂരജിനും ഇല്ല, എനിക്കും ഇല്ല, കൃഷാന്തിനും ഇല്ലാത്തത് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യായിരുന്നു. കഥയുടെ പോക്കിനെ സപ്പോർട്ട് ചെയ്യുക, അതിന്റെ മൂഡിന് സപ്പോർട്ട് ചെയ്യുക, ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത് മാത്രമേ എനിക്കൊന്ന് കൃഷ്ണൻ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ, മൂഡിനെ എലിവേറ്റ് ചെയ്യുന്നുണ്ടോ, മൂഡിന് ഓക്കെ ആണോ എന്നുള്ള മാത്രമേ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഇന്ന ഭാഗത്ത് ഇങ്ങനെ വന്നിട്ട് അവിടുത്തെ മാറ്റി ഇങ്ങനെ അങ്ങനത്തെ പരിപാടി ഇല്ലായിരുന്നു. അങ്ങനെ ഒരു മൈക്രോ മാനേജ്ഡ് ഫീഡ്ബാക്ക് ഒന്നുമില്ല. വിഷൻ ഷെയർ ചെയ്തുള്ള ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഭയങ്കര ഒരു ഫ്രൂട്ട്ഫുൾ. അത് നമ്മുടെ വർക്കിലും കണക്ട് ആയിട്ടുണ്ട്. ആ ഒരു നമുക്കൊരു പീസ്ഫുൾ ആയിട്ടൊരു കൊളാബറേഷൻ ചെയ്യാൻ പറ്റിയതെന്നാണ് നമ്മൾ ബിലീവ് ചെയ്യുന്നത്. അടിപൊളി. ഇതിന്റെ ഞാൻ വായിച്ചിരുന്നു ഇങ്ങനെ 10 വർഷം ഈ ഒരു സ്ക്രിപ്റ്റ് മനസ്സിലുണ്ടായിരുന്നു. കുറച്ച് നാള് കുറെ പ്രൊഡക്ഷനായിട്ട് ഇത് മീറ്റ് ചെയ്തു, പക്ഷെ കുറെ റിജക്ഷൻ ഫേസ് ചെയ്യേണ്ട വന്നൊരു സ്ക്രിപ്റ്റ് ആണ്. അവിടെ നിന്ന് സോണി ലീവിലോട്ട് എങ്ങനെയായിരുന്നു പിച്ച് ചെയ്തത്? സോണി ലീവിൽ നമ്മുടെ എഡിറ്റർ ശശികുമാർ വഴി പിച്ച് ചെയ്തു. സഞ്ജുവും ആ പിച്ചിങ് പ്രോസസ്സിലുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ ഫസ്റ്റ് ഫിലിം വൃത്താകൃതിയുള്ള ചതുരം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ആവാസവ്യം നമ്മൾ ഷൂട്ട് ചെയ്ത് പാതിയിൽ നിൽക്കുന്നതൊക്കെ സ്പേസിലാണിത് പിച്ച് ചെയ്തിരിക്കുന്നത്. ബട്ട് ഞാൻ 2015 തൊട്ടേ ഇത് പിച്ച് ചെയ്തുകൊണ്ടിരിക്കുക പല ആൾക്കാരുടെ അടുത്ത്. അപ്പം ചില ആൾക്കാർക്ക് ഇത് ഇങ്ങനത്തെ ഒരു ഗാങ്സ്റ്റർ പരിപാടി മലയാളത്തിൽ വന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഭാഗ്യത്തിന് അങ്കമാലി ഡയറീസ് വന്നപ്പോൾ ഞാനപ്പം പിന്നെ അങ്കമാലിയിൽ നിന്ന് ഞാൻ അഡാപ്റ്റ് ചെയ്തു. എന്ന് വെച്ചാൽ ഞാൻ അതിൽ നിന്ന് സാമ്പിൾ ചെയ്തു പല രസമുള്ള സാധനങ്ങൾ. പിന്നെ ഗാങ്സ് ഓഫ് വസേപ്പൂറും ഒക്കെ ആ ഒരുപാട് കാലം ഇതിൽ കടന്നുപോയി. I grew up in a similar space and with similar people and a lot of my friends and me. ഇപ്പോൾ നമ്മളിപ്പോഴും പണ്ടത്തെ ചെയ്ത പരിപാടികളൊക്കെ ഡിസ്കസ് ഒക്കെ ചെയ്യാം. അപ്പോൾ എനിക്ക് ഭയങ്കര ഡാറ്റ കളക്ഷൻ വൈസ് ഭയങ്കര ടഫ് അല്ലായിരുന്നു. പക്ഷേ റിസർച്ച് ടീം ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. റിസർച്ച് ടീമൊക്കെ അവർ ഒരുപാട് ഡാറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിസിനസ് ടു ചൂസ് ഒക്കെയാണ്. അപ്പോൾ അത്രയും എളുപ്പമായിരുന്നു ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൽ. ഇപ്പോൾ സോണിയിൽ എത്തിക്കഴിഞ്ഞിട്ട് സോണി സെഡ് യെസ് ഇനീഷ്യലി ആൻഡ് ദെൻ ദേ ടുക്ക് സം മോർ ടൈം. അപ്പോഴത്തേക്ക് ആവാസവ്യം പുറത്ത് വന്നു. ഇപ്പോൾ അപ്പോഴത്തെ നമ്മുടെ
മലയാളം ടീം അവർ കുറച്ചെന്നെ അങ്ങ് ട്രസ്റ്റ് ചെയ്തു ബിക്കോസ് ഓഫ് ആവാസി. അവർ ദേ ജസ്റ്റ് ലെറ്റ് മീ, എനിക്കിത് ഭയങ്കര മൈക്രോ എക്സ്പ്ലനേഷൻ ചെയ്യേണ്ടി വന്നില്ല. അവർ ആവശ്യം കണ്ടിട്ട് സ്ക്രീൻ പ്ലേ വാങ്ങിച്ച് പെട്ടെന്ന് ക്ലിക്ക് ആകത്തില്ല. പക്ഷെ അവർക്ക് ഇച്ചിരിയൊക്കെ വേഗമുള്ള സ്ഥലമൊക്കെ ചോദിച്ച് അവർ മനസ്സിലാക്കുകയും ചിലത് ഫീഡ്ബാക്ക് തരികയൊക്കെ ചെയ്തു. അപ്പോൾ ദേ വെർ ഓൾസോ കൈൻഡ് ആൻഡ് ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് അവർ അതർ ഫിലിം. അപ്പോൾ അതിൽ ഇങ്ങനത്തെ ഒക്കെ ഒരു നെറേറ്റീവ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ അകത്ത് അങ്ങനത്തെ ഒരു 10,000 ലൂപ്പുകളുണ്ട്. എന്നുവെച്ചാൽ ആദ്യം ഫസ്റ്റ് അപ്പോൾ ഒരു നെസ്റ്റഡ് സ്ക്രീൻ പ്ലേയുടെ പരിപാടിയാണ്. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡൊക്കെ ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് യു ഗെറ്റിംഗ് യൂസ് ടു ദ സ്റ്റൈൽ. അതിങ്ങനെ ഒരു 3rd, 4th ഒക്കെ ആകുമ്പോഴത്തേക്കും ഇറ്റ് സ്റ്റാർട്ട്സ് എക്സ്പ്ലോറിങ് വിത്ത് സ്റ്റൈൽ. അപ്പോൾ ആ സ്റ്റൈൽ നമ്മൾ ആദ്യം പറഞ്ഞ് ഫെമിലിയർ ആക്കുന്നത്. അപ്പോൾ അതൊക്കെ സോണിയൊക്കെ സംബന്ധിച്ചു, ദർ ഓക്കെ വിത്ത് ഇറ്റ്. ആൻഡ് നമുക്ക് എല്ലാ എപ്പിസോഡും ഹുക്കൊന്നുമല്ല, ചില ഇമോഷണൽ ഹുക്കൊക്കെ ഉണ്ട് ചില എപ്പിസോഡ്സ്. അതായത് മുൾമുനയിൽ കൊണ്ട് നിർത്തിയിട്ട് അടുത്ത എപ്പിസോഡ് അങ്ങനത്തെ അല്ല, ലൈക്ക് ക്യാരക്ടർ എൻഡിങ്സുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ കൈൻഡ്. സെക്കൻഡ് എപ്പിസോഡ് ഭയങ്കര നല്ലൊരു ബ്യൂട്ടിഫുൾ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് പിന്നെ അതൊരു പോയറ്റിക് സ്പേസിലോട്ടാണ് അതിന്റെ റൈറ്റിംഗിൽ പോയി. എന്നിട്ട് അതിന്റെ എൻഡിങ് ഭയങ്കര പോയറ്റിക് ആണ്. അപ്പം ഈ ഐബോൾ അറ്റൻഷൻ എക്കണോമിന്റെ അകത്ത് അങ്ങനെ എൻഡ് ചെയ്യാൻ പറ്റിയത് മാജിക് മാൻ. ലൈക്ക് അത് വി ഹാഡ് ആ ഡിഫറൻസസ് കേട്ടോ. എന്നിട്ട് പക്ഷേ ഫൈനലി ദേ ഓൾസോ എഗ്രീഡ് ലെറ്റ്സ് ഗോ വിത്ത് ദിസ് എന്ന്. ഈവൻ നൗ പീപ്പിൾ ഫൈൻഡ് ഇറ്റ് ട്രിക്കി, അതങ്ങനെ വരണോ വേണ്ടെന്ന്. പക്ഷേ സ്റ്റിൽ ഐ തിങ്ക് നമ്മളായിരിക്കും ലാസ്റ്റ് ജനറേഷൻ ഓഫ് ഫിലിം മേക്കേഴ്സ് ഹു ഗെറ്റ് എ ചാൻസ് ടു ഡു ദാറ്റ്. അത് കഴിഞ്ഞ് ഇനി പറ്റത്തില്ല. അപ്പോൾ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഈ വർക്കിൽ? നമ്മൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല. അതുകൊണ്ട് എത്ര നന്നാക്കിയാലും സാറ്റിസ്ഫൈഡ് ആവില്ല. അത് ഇതിപ്പം പോയി, ഇത് കഴിഞ്ഞു. ലൈക്ക് വി ആർ മേക്കിംഗ് അനദർ ഫിലിം നൗ. അപ്പം ഇതിനെക്കുറിച്ച് നീ കുറേ കാലം 2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്കൊക്കെ ഇതിൻ്റെ എക്സാക്റ്റ് മീനിങ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഒരു എഫേർട്ടിൻ്റെയൊക്കെ ഒരു വേർപ്പിൻ്റെയൊക്കെ ആഫ്റ്റർ ഗ്ലോയിൽ നിൽക്കുന്ന ഒരു പരിപാടി. അപ്പോൾ അത് കൊള്ളാമോ കൊള്ളില്ല സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, യെസ്. സച്ചിൻ, അഭിനയമാണോ മെയിനായിട്ടുള്ള ആഗ്രഹം? അഭിനയം എത്ര നാളായി അഭിനയത്തിന് വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു? ആക്ച്വലി ഞാൻ ടെലിവിഷനിലായിരുന്നു ആദ്യം, അതായത് റിയാലിറ്റി ഷോസ് അങ്ങനെയൊക്കെ പരിപാടി അങ്ങനെയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ചെറിയ സംഭവങ്ങളൊക്കെ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ റിയാലിറ്റി ഷോ ചാനലിൽ നിന്ന് സീരിയലിലോട്ടാക്കി. അപ്പോൾ സീരിയൽ ഇങ്ങനെ ചെയ്ത്, അപ്പം സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്, ഒരു സ്ഥിര വരുമാനം പോലെ നടന്നുകൊണ്ടിരിക്കും. പക്ഷെ അവിടെ വലിയ ടഫല്ല. നമുക്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും പറ്റും, ചെയ്ത് പോവാം, അങ്ങനത്തെ ഒരു പരിപാടിയാണ്. എനിക്കിങ്ങനെ സിനിമ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ മുമ്പ് ഒരുപാട് ഓഡീഷനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ടൈം ഈ ഓഡീഷൻ എങ്ങനെയാണ്, ഇത് ഇപ്പോൾ ഇത് ഒരു പോസ്റ്റർ ആണോ, ഇത് ഫേക്ക് ആണോ, അല്ലെങ്കിൽ ഇത് ജെന്യുവൻ ആണോ, അന്നൊന്നും അത് തിരിച്ചറിയാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഒരു സീരിയലൊക്കെ കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് സിനിമയൊന്നും കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സീരീസ് വരുന്നതും എന്നെ കാസ്റ്റ് ചെയ്യുന്നതും. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. സോണിയിൽ വലിയൊരു സീരീസ്, മലയാളം ലീഡിങ് ഡയറക്ടറിൻ്റെ ഒരു സീരീസിൽ അഭിനയിക്കാൻ പറ്റുന്നു, അതും ഈ 4.5 0.5. അപ്പോൾ ആ സമയത്ത് ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ വർക്ക് ജോയിൻ ചെയ്തപ്പോൾ ആദ്യമൊക്കെ കുറച്ച് ഇവരുടെ ഈ ഒരു മീറ്റർ പിടിക്കാനൊക്കെ കുറച്ച് പാടുണ്ടായിരുന്നു. പിന്നെ അതും ഓക്കെ ആയി വന്നു. പിന്നെ ചെയ്ത് ഒരു കിക്കാവും, കാരണം സെറ്റ് ഭയങ്കര വൈബാണ്. സെറ്റ് വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കോ ആക്ടേഴ്സ് ആണെങ്കിലും ഇപ്പോൾ സഞ്ജു ചേട്ടൻ, നിരഞ്ജ്, ശ്രീനാഥ്, ശംഭു, ഇവരൊക്കെ അടിപൊളിയാണ്. നമ്മളിപ്പം അതൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ആണ് പറയുന്നതെങ്കിലും ഞങ്ങളിവിടെ വന്ന് മീറ്റ് ചെയ്ത് പെട്ടെന്ന് സിങ്കായി. ഓൾറെഡി ഫ്രണ്ട്സിനെ പോലെയാണ്. അതായത് നമ്മളിപ്പോഴും അത് ആ ബോണ്ട് കറക്റ്റായിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ടിട്ട് നമുക്ക് ഈ ഒരു ആദ്യം ആ ഒരു ഇത് അതായത് ഇപ്പം നമ്മൾ അഭിനയിക്കുകയാണ് എന്നുള്ള ഒരു ഇതൊന്നുമില്ല. ഇപ്പോൾ ഇടയ്ക്ക് ഇപ്പം നമ്മളൊരു ഷോട്ടിലേക്കാണ്, ഇപ്പം നിരഞ്ജു ശ്രീനാഥ് ഇപ്പം മൂങ്ങനാണെന്ന് കേട്ടോ. മൂങ്ങ ഇതെന്ന് പറഞ്ഞൊരു പെട്ടെന്നൊരു ഇത് പറയുമ്പോൾ എനിക്ക് തിരിച്ച് പറയാൻ തോന്നും. കാരണം നമ്മുടെ ആ ഒരു ഈ 4.5-ന്റെ ബോണ്ട്, ആ ഒരു സിങ്കും അടിപൊളിയാണ്. പിന്നെ കൃഷാന്തേട്ടനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു സീൻ എടുക്കുന്നതിന് മുമ്പ് പിന്നെ കൃഷാന്തേട്ടൻ ക്യാരവാനിൽ വരും, സീൻ വായിക്കും. കൃഷാന്തേട്ടൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളൊന്നും ചെയ്യേണ്ട, ആക്ച്വലി നമ്മുടെ ഡയലോഗ് തന്നെ പറഞ്ഞാൽ മതി. പക്ഷേ കൃഷാന്തേട്ടൻ എൻ്റെ അടുത്ത് ചോദിക്കും, എടാ നിനക്ക് ഇപ്പം അൽത്താഫ് ഇങ്ങനെ പറയുമ്പോൾ നീ എന്ത് പറയാൻ പറ്റും? അപ്പം ഞാൻ എന്തെങ്കിലും ഒരു കൗണ്ടർ പറയും. ഞാൻ ആദ്യമായിട്ട് മടിയായിരുന്നു. ഞാൻ പറഞ്ഞാൽ കൃഷാന്തേട്ടൻ അക്സെപ്റ്റ് ചെയ്യും, ഞാൻ പറയും. അപ്പം ഞാൻ പറഞ്ഞ ഒരുപാട് സാധനം അക്സെപ്റ്റ് ചെയ്യും. കൊള്ളില്ല കൃഷാന്തേട്ടൻ പറയും, വേണ്ട ശരിയാവില്ല എന്ന് കൃഷാന്തേട്ടൻ പറയും. പക്ഷേ നമുക്ക് ആ ഒരു ഫ്രീഡം തരുന്നുണ്ട്. ഇപ്പം അത് വേറൊരു ഞാൻ ഇതുവരെ ഞാൻ കുറേ ഞാൻ പഠിച്ച കോളേജിലാണ് ചില ഇപ്പോൾ വെളിപാടിൻ്റെ പുസ്തകം, അങ്ങനെ കുറേ സിനിമയുടെയൊക്കെ ഷൂട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ കണ്ടിട്ടില്ലാത്തൊരു കാര്യം കൃഷ്ണനേട്ടൻ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സിനിമ കൃഷ്ണനേട്ടൻ ഇപ്പോൾ ടേക്ക് എല്ലാം റെഡിയായി എന്തായാലും ഞാൻ കൃഷ്ണനേട്ടൻ ഒരു ഡൗട്ടെന്ന് വെച്ചാൽ ഓടി വരും.
പക്ഷെ അതാണ് കാരണം ഒരു തൊഫിയൊക്കെ വെച്ച് മൈക്കൊക്കെ വെച്ച് ഭയങ്കര സ്ട്രെസ് ചെയ്ത് എല്ലാം അങ്ങനെ കൺട്രോൾ ചെയ്ത് പക്ഷെ ഒരു ഓൾ ഇൻ ഓളാണ് എല്ലാ കാര്യവും പക്ഷെ മാനേജ് ചെയ്യും. നമ്മളെ വിളിച്ചാലും ഓടി വരും. അത് പക്ഷേ എല്ലാം ഈ സീനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തെന്ന് എല്ലാം പറഞ്ഞ് എനിക്ക് ഇത് ഇങ്ങനെ എവിടെ ഇത് അല്ലെങ്കിൽ അതെങ്ങനെ ചോദിക്കാം. അതെല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് വലിയ ദേഷ്യമൊന്നും കാണിക്കാണ്ട് അത്യാവശ്യം എല്ലാം പറഞ്ഞു തരും. പക്ഷേ ഞാൻ കണ്ടതിൽ കാണിച്ച ദേഷ്യപ്പെടും. ദേഷ്യം കാണിച്ച സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം എനിക്കിതിനകത്ത് ചില സംഭവങ്ങൾ കിളിപോയ അവസ്ഥ വരും. ഷൂട്ട് തുടങ്ങിയ സമയം അപ്പൊ ഇങ്ങനെ കൃഷ്ണനോട്ട് എനിക്കൊരു സാധനം പറഞ്ഞു തന്നു. അപ്പൊ എനിക്ക് ആദ്യം മേളിൽ നിന്ന് എന്തൊക്കെയോ മുട്ടി ഇട്ടിട്ട് കൃഷ്ണനോട്ട് എന്നെ മേളിൽ നിന്ന് വിളിച്ചിറക്കി. അത്രയും തിരക്കിന്റെ ഇടയിൽ ആദ്യം വലിഞ്ഞ് കയറി പിന്നെ ഇറങ്ങി വന്നു. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു തന്നു. എനിക്ക് എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് മൈൻഡ് അപ്പൊ ഞാൻ ആ സ്ഥാനത്തെത്തി. ഇപ്പൊ കൃഷ്ണന്റെ വഴക്ക് പറഞ്ഞതിലും പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ സാധാരണ ചില ഡയറക്ടർമാരൊക്കെ ആണെങ്കിൽ ചീത്തയൊക്കെയാണ് വിളിക്കുന്നത്. അതിപ്പോൾ ഞാൻ ഇപ്പോൾ പല സ്ഥലത്തും ഇപ്പോൾ പള്ളി പറഞ്ഞാൽ കുഴപ്പമില്ല, ഞാൻ കണ്ടിട്ടുണ്ട് പേഴ്സണലി. ഇപ്പോൾ ആക്ടേഴ്സിനെയൊക്കെ എന്ത് ഒരു ഇതില്ലാണ്ട് ചീത്ത വിളിക്കുന്ന ഇഷ്ടംപോലെ ഡയറക്ടേഴ്സിന്. കാരണം ഞാൻ ഒരുപാട് ഷൂട്ടിങ്ങിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടൊന്നുമില്ലെങ്കിലും ഒരുപാട് അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമുക്ക് സ്കൂളിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഇപ്പം അച്ഛനമ്മയൊക്കെ നമ്മൾ തെറ്റിയുമ്പോൾ വഴക്കുറവില്ല. ആ ഒരു ലിമിറ്റിൽ നിന്ന് പറയാനുള്ള എല്ലാം പറയും. വഴക്കുറ അത്ര അത് ഒരു പ്രാവശ്യം അല്ലാണ്ടൊന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതോടെ ഞാൻ തെളിഞ്ഞു. അതോടെ ഞാൻ പിന്നെല്ലാം വഴക്കല്ല, എനിക്ക് പറ്റൂല. 15 മിനിറ്റ് എടുത്തൊരു സീൻ ഒരു 500 സെറ്റപ്പുകൾ മാറുന്നുണ്ട്. ഇവനാണെങ്കിൽ ഒരു ഡൗട്ട് വെച്ച് അത് നിക്ക് പറഞ്ഞു കൊടുത്ത പക്ഷേ ഇവന് ക്ലാരിറ്റി മനസ്സിലാവുന്നില്ല. ഇവന് ആ ക്ലാരിറ്റി കിട്ടുന്നില്ലെന്നാണ്. ഷൂട്ടൊക്കെ നിർത്തി വെച്ച് ലൈറ്റൊക്കെ പോകുന്ന സമയമുള്ള 10 മിനിറ്റേ ഉള്ളൂ. VFX ഉണ്ട്, ബൈക്ക് ചാടുന്നുണ്ട്, അതുണ്ട്. ഇവനൊരു സ്ഥലത്ത് നിന്ന് ഇറങ്ങി ഓടണം. അത് ഈ ഇവന്റിന്റെ ഇടയിലാണ് ഇറങ്ങി ഓടേണ്ടത്. ഇവൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം പറഞ്ഞ് തംസപ്പ് ഒക്കെ കൊടുത്ത് ലൈക്ക് ഐ ഫെൽ ലൈക്ക് ഡയറക്ടർ ഫീൽ ഒക്കെ ഞാൻ വന്നിട്ട് ആക്ഷൻ എന്ന് വിളിച്ചത് ഇറങ്ങി ഓടില്ല. അടുത്ത സീനില് കഞ്ഞി ക്യാരക്ടർ ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞി ക്യാരക്ടർ ആദ്യം അങ്ങോട്ട് മൂവ് ചെയ്യും. അതെ, ഈ കഞ്ഞി ക്യാരക്ടർ തിരിച്ചോടുമ്പോഴാണ് ഞാൻ ഓടാനുള്ളത്. ഞാൻ ഫസ്റ്റ് കഞ്ഞി ഓടിയപ്പോഴേ ഞാൻ പറഞ്ഞ ഒരു ആക്ടറിന് വേണ്ട സാധനം കോൺസെൻട്രേഷൻ ആണ്. അതിനുശേഷം എന്ത് പറഞ്ഞാലും ഇപ്പം ഇവരെന്ത് പറഞ്ഞാലും ഞാനിങ്ങനെ അതിന്റെ ഇടയിൽ പോയി ഇങ്ങനെ തലൈവരുടെ ഇടയിൽ കുറിച്ച് നുഴഞ്ഞിട്ട് കേട്ടിട്ടിരിക്കും. അത് ബിക്കോസ് ട്രിക്കി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട് ഇൻഡസ്ട്രിയിൽ. അവരൊക്കെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഫുൾ കളിച്ച് കളിച്ച് നിൽക്കും. പക്ഷേ ഡയറക്ടർ ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ ഇവരെ ഷാർപ്പായിട്ട് എന്താണെന്നുള്ള കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് ചില്ലാവും. അപ്പോൾ ഇത് ഇവൻ പുറത്തുനിന്ന് വെച്ചാൽ കുറേ ആക്ട് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലാത്ത വരുന്നത്. അപ്പോൾ ഇവൻ അറിഞ്ഞൂടെ ദാറ്റ് ദി അതേഴ്സ് ആർ ലൈക്ക് ദാറ്റ്. ഇവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ശ്രീനാഥ് ആണെങ്കിലും സഞ്ജു ആണെങ്കിലും ഒക്കെ ലൈക്ക് ശംഭു ഞാനും ഇത് പ്രോസസ്സിലുണ്ട്, ഞാൻ നോട്ട് മെൻഷൻ. പക്ഷെ ശ്രീനാഥൊക്കെ ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് ലൈക്ക് വെരി ഫാസ്റ്റ് ക്യാച്ച് ചെയ്യും. അപ്പം എന്നിട്ട് അതിൽ ഓൾറെഡി വർക്ക് ചെയ്ത് തുടങ്ങി ശ്രീനാഥ്. അപ്പോൾ ഇതിന്റെ കൂടെ ഇവൻ കയറി വരണം. അപ്പോൾ അവര് ചില്ല് ചെയ്യുമ്പോഴത്തേക്കും ചില്ല് ചെയ്യും. പക്ഷെ മറ്റേ കോൺസെൻട്രേഷൻ സമയത്ത് കോൺസെൻട്രേഷൻ ഇല്ല. എടാ അത് ഒരു ദിവസം അല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഗിൽറ്റ് അടിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ കുറെ പൊളിറ്റിക്സും ഒക്കെ വരുമല്ലോ. അപ്പൊ എനിക്ക് പക്ഷെ പറയാതിരിക്കാനും പറ്റില്ല. ഞാൻ പറഞ്ഞു എന്തായാലും ഇനി കഴിയാനുള്ളത് കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിനുശേഷം സച്ചിനും പിന്നെ എല്ലാം പറയണ എല്ലാം കറക്റ്റ് ആയിട്ട് കേട്ടു. അതല്ല എന്നുവെച്ചാൽ ആ സ്പേസിന്റെ ആ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടല്ലോ. നമ്മൾ ആ ഒരു ബ്രീഫ് എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഡയറക്ഷനിൽ ഏറ്റവും തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ മോണിറ്റർ ചെയ്യുന്ന ആർട്ടിസ്റ്റ് വരെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും 20 ക്വസ്റ്റ്യൻസ് വരും. ഇതിനെല്ലാത്തിനും ആൻസർ ഒന്നും കാണത്തില്ല. ഇപ്പൊ കുറേയൊക്കെ നമ്മൾ ആളിങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു എത്തി ഇതെല്ലാം പറഞ്ഞിട്ട് പിന്നെ വന്നിരുന്ന് തിങ്ങി അമ്മ അത് വേണ്ടെന്ന് പറയും. അപ്പോൾ ഇത് ഒരു ക്ലാരിറ്റി ആകെ ക്ലാരിറ്റി ഉള്ള 2-3 കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആ കോൺസെൻട്രേഷൻ ആർട്ടിസ്റ്റ് തന്നില്ലെങ്കിൽ ഒരു സാധനം മണി റോളിംഗ് ആണ്, ടു മെനി തിങ്സ്, ചട്ടി പൊട്ടുന്നുണ്ട്, ബൈക്ക് പറക്കുന്നുണ്ട്. ഒരുപാട് ഞാൻ പറഞ്ഞില്ല. ഷൂട്ടിംഗ് കഴിഞ്ഞ 2.5 വർഷമായി. 2.5 വർഷം മുന്നുള്ള സംഭവമാണ്. ഞാൻ മരിക്കാനെ കിടക്കുമ്പോൾ നിന്നെ വിളിച്ചിട്ട് മാപ്പ് പറയാം. അയ്യോ വേണ്ട. പക്ഷെ ആക്ച്വലി എനിക്കിത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഈ സീരീസ്. ഞാനിപ്പോൾ വേറൊരു വർക്കൊക്കെ ചെയ്യുന്നുണ്ട്, എനിക്ക് വേറെ വർക്കുണ്ട്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ പോകുമ്പോൾ എനിക്ക് ഇതൊക്കെ വെച്ച് അതൊക്കെ ഭയങ്കര ഈസി ആയിട്ട് തോന്നും. കാരണം അത് ഇവിടെ നിന്ന് കിട്ടിയൊരു ലെസണാണ്. കാരണം കുറേ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ കോ ആക്ടേഴ്സിൻ്റെ അടുത്ത് നിന്നാണെങ്കിലും
അപ്പോൾ ഈ ഒരു സാധനത്തോട് വർക്ക് ചെയ്ത് അതിൻ്റെതായിട്ട് ഒരുപാട് അഡ്വാൻറ്റേജ് ഒരുപാട് സ്റ്റൺസ് ഒക്കെ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ക്രേസി സ്റ്റൺസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും വേണ്ടെന്ന് പറയും. അടിപൊളി ഡാൻസർ ആണ്. അപ്പൊ ഇത് ലൈക്ക് ഫുൾ ഓഫ് സ്കിൽ സെറ്റ്സ് ആണ്. അതിൽ നമ്മൾ കുറെ യൂസ് ചെയ്തിട്ടുണ്ട്. ഡാൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഡാൻസ് ഉണ്ട്, മറ്റേ സെലിബ്രേഷൻസും. ഇതിൽ കുറെ കാലഘട്ടവും കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ എത്ര 3 കാലഘട്ടമാണ്. ഈ കാലഘട്ടം മേക്ക് ചെയ്തത് എങ്ങനെയായിരുന്നു? അത് സിനിമാറ്റോഗ്രാഫർ ഗ്രേഡിന്റെ കോൺസെപ്റ്റ്സും ലെൻസിങ്ങിന്റെ കോൺസെപ്റ്റ്സും ഉണ്ടായിരുന്നു. ആർട്ട് ചെയ്ത് മാറി മാറി. പിന്നെ ആ ഡയറക്ടറിന് എന്നുവെച്ചാൽ ഒരു സെറ്റ് ഉണ്ടാക്കിയിട്ട് അതിന് ആദ്യം ഓല, പിന്നെ അടുത്ത ഷെഡ്യൂൾ ആകുമ്പോഴത്തേക്ക് അത് ഓട്, പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആസ്ബെസ്റ്റോസ് ആക്കി, റോഡിൽ ടാർ പതുക്കെ വരുന്നുണ്ട്, വേസ്റ്റിൻ്റെ സംഭവങ്ങൾ വാങ്ങണം. അങ്ങനെ ആ ഡയറക്ടർ ആ സംഭവം ചെയ്ത്. ഞാനാണെങ്കിൽ ഫസ്റ്റ് 2 എപ്പിസോഡ് ഒരു നോർമൽ മലയാളം സിനിമയുടെ ലെൻസിങ്ങും ഇതുമൊക്കെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. കുറച്ച് പുതുമയൊന്നും ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ കണ്ടു ശീലിച്ച മലയാളം ഫിലിംസിൻ്റെ ക്ലോസപ്സ് ഒക്കെ വെച്ചിട്ടൊക്കെ. സെക്കൻഡ് 3rd 4th ആകുമ്പോൾ പതുക്കെ കെയോസ് തുടങ്ങും. 5 and 6 ഇസ് ലൈക്ക് ദ ഫിലിംസ് ദറ്റ് ഐ മൈറ്റ് അല്ലെങ്കിൽ ഐ വോണ്ട് ടു മേക്ക് പോലെയൊക്കെയാണ്. അതായത് ഒരു തോട്ട് ഓർഡറും ഇല്ല 5 and 6. ആ തോട്ട് ഓർഡറിന് പകരം കംപ്ലീറ്റ്ലി നമ്മൾ പ്രസൻറ്റിലാണ്. അപ്പം അങ്ങനെ ഞാൻ 3 പേരുടെ എൻ്റെത് ചെയ്ത്. മ്യൂസിക്കിലാണെങ്കിൽ ഉള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ മെയിൻ തീം ഫോളോ ചെയ്യുന്നില്ല. ഫുള്ള് ഒരു മെയിൻ തീം ഫോളോ ചെയ്യുന്നു. മ്യൂസിക്കിൽ നിങ്ങൾ എങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് കാലഘട്ടം മാറുന്നതനുസരിച്ച് ഈ മ്യൂസിക്കിൽ ഇൻട്രസ്റ്റിംഗ് കാര്യം പറയുകയാണെങ്കിൽ മറ്റേ ഇവരുടെ വളരുന്ന ഇത് യങ്ങായിരിക്കുന്ന സ്റ്റേജിലുള്ള ഒരു ഗാനമേളക്കൊക്കെ ഇവർ പാടുന്ന പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ പാട്ടിനുള്ള പാടുന്ന ആ പാട്ട് ഭയങ്കര നല്ല പാട്ടുണ്ടാക്കാൻ പാടില്ല. എന്നാൽ ചീത്തപ്പാട്ട് നല്ല ചീത്ത ഉപരി അതൊരു പ്രത്യേക പാട്ടായിരിക്കും. ആ കാലത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫെയർ ആൻഡ് ലവ്ലിയെ കൊണ്ടും ആ സമയമൊക്കെ അല്ലേ, ആ സമയം അതുപോലത്തെ ഒരു പാട്ട് വേണം ഈ ഗാനമേളയ്ക്ക് പാടുകയാണ്. അപ്പൊ ഇങ്ങനെ പാട്ടുണ്ടാക്കുന്ന കാലിച്ചപ്പോഴത്തേക്കും ഓക്കെ അന്നത്തെ കാലത്തെ സൗണ്ട് എങ്ങനെ ആയിരിക്കാം, അന്നത്തെ സമയത്തെ കീബോർഡിൽ നിന്ന സൗണ്ട് ഇതൊക്കെ ആയിരിക്കാം, അന്നത്തെ വായിക്കുന്ന ആ പാട്ടിന് വരുന്ന BGMs ഇങ്ങനെയൊക്കെയാണ് അന്നത്തെ കമ്പോസേഴ്സ് ചിന്തിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ച് ഇപ്പം ഞാനോ വർക്ക് ഇന്നൊരു പാട്ടുണ്ടാക്കണം, അങ്ങനെ ഒരു പാട്ടുണ്ടാക്കൂല. സോ നമ്മൾ അങ്ങനെ വേറൊരാള് അന്നത്തെ കാലത്ത് എങ്ങനെ ചിന്തിക്കും എന്ന് ചിന്തിച്ചിട്ടാണ് അതിന്റെ BGM സൗണ്ട് ടോൺ സെലക്ഷൻ ആണെങ്കിലും അതിന്റെ മെലഡിക്കൽ മൂവ്മെന്റ് ആണെങ്കിലും പാട്ടിന്റെ മെലഡിക് മൂവ്മെന്റ് ആണെങ്കിലും അങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വേണ്ടി നമ്മൾ ആ കീബോർഡ്സ് ഒക്കെ പഴയ കുറച്ച് കീബോർഡ് 2 നമ്മൾ കൊണ്ടുവന്ന് അതിൽ നിന്നാണ് ഫുൾ ഗാനമേള ഒക്കെ വെക്കുന്ന കീബോർഡിൽ നിന്ന് തന്നെ ഗാനമേള നമ്മൾ അങ്ങ് സെറ്റ് ചെയ്ത്. അങ്ങനെ നമ്മൾ കുറച്ച് ഈ പീരിയഡിനനുസരിച്ചുള്ള എന്ന് വെച്ചാൽ കൃഷാന്തിന്റെ നിറച്ചിൽ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് സാധനമാണല്ലോ. എന്ന് വെച്ചാൽ ഈ പീരിയഡ് അങ്ങനെ സിഗ്നിഫൈ ചെയ്യണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ഈ സൗണ്ട് വൈസ് നമ്മൾ ഈ പാട്ടിനൊക്കെ ഇതൊക്കെ കൊണ്ടുവരാൻ അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ ഒരു മൊമെന്റില് ഈ പെട്ടെന്ന് ഈ 90s ആ കാലഘട്ടത്തിൽ നമ്മൾ ഇതാക്കാൻ വേണ്ടി ഇതിൽ നീയൻ വേണില്ല അങ്ങനത്തെ പാട്ട്. അപ്പൊ അത് ഫുൾ സൗണ്ട്സും എല്ലാം ഗാനമേളയിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ അറ്റ് ദി സെയിം ടൈം പ്രസന്റിലെ സ്റ്റോറി വരുന്ന സമയത്ത് പ്രസന്റിലുള്ള ഒരുപാട് ജോണേഴ്സിന്റെ അതും ഈ നമ്മുടെ മൂങ്ങ പറഞ്ഞ പോലത്തെ ഒരു ഇവന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രോസസ്സിൽ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയെന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ ഭയങ്കര ഇൻഡി സൗണ്ടിങ് ആയിട്ടുള്ള അങ്ങനെ ഒരു ഫോം ഒന്നും ഇല്ലാത്ത ഒരുപാട് ട്രാക്കുകൾ നമ്മൾ ടുവേർഡ്സ് ക്ലൈമാക്സ് ഒക്കെ ഉപയോഗിച്ചത്. അത് കൃഷ്ണ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്ത് നമ്മൾ ഈ ക്ലൈമാക്സിന്റെ മ്യൂസിക് ഇങ്ങനെ ഫൈൻ ട്യൂൺ ചെയ്ത് വരുമ്പം ഞാൻ അതിനകത്ത് മോർ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അത് മോർ കുറച്ചുകൂടെ ഇമ്പാക്ട്ഫുൾ ആക്കാനൊക്കെ ഉള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഫിലിം സ്കോറിങ് ഇങ്ങനെ ചെയ്ത് വരുന്നതിൻ്റെ ഒരു സീസണിങ് കൊണ്ടായിരിക്കും ഇത് ഇങ്ങനെ മോർ എഫക്റ്റീവ് ആക്കാമെന്നൊക്കെ പറഞ്ഞ് അത് അങ്ങനെ ചെയ്തു വന്നതിന് ശേഷം പുള്ളി ഒരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ അതിന്റെ മുന്നത്തെ ഒരു വേർഷൻ നമ്മളെ കാണിച്ചിട്ട് ഇത് പറഞ്ഞാൽ ഇതിന്റെ ഈ ഇൻഡി നേച്ചർ തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഹീസ് വെരി ഓപ്പൺ ടു ദ ജോണേഴ്സ് വി ഡിഡ്. അപ്പം അങ്ങനെ നമുക്ക് കാലഘട്ടമൊക്കെ അത് നമുക്ക് സിഗ്നിഫൈ ചെയ്യാൻ ഭയങ്കര ഈസിയർ ആയിട്ട് കിട്ടി ഈ കൊളാബറേഷൻ്റെ അകത്ത്. അപ്പൊ അത് നമ്മുടെ ചോയ്സസും അതിന്റെ ആ ഫ്ലോയിൽ അങ്ങ് പുള്ളിയും അതിനോട് അങ്ങ് എഗ്രി ചെയ്ത് പഞ്ചില്ലല്ലോ എന്നുള്ള പരിപാടിയൊന്നും ഇല്ലായിരുന്നു. നല്ല പഞ്ചുണ്ട്, വെരി ഗുഡ്. പക്ഷെ അത്രയും പഞ്ച് വേണ്ട. അവിടെ നറേറ്റീവാണ് അതിനെ കൊണ്ടുപോവേണ്ടത്, സ്റ്റോറി അല്ലെങ്കിൽ പെർഫോമൻസ് ആണ്. അല്ലാതെ മ്യൂസിക് ഒട്ടും തന്നെ അങ്ങനെ ഓവർ സപ്പോർട്ട് ചെയ്യേണ്ട എന്നുള്ള അങ്ങനത്തെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് ജനറലി എന്തായാലും പഞ്ചില്ലല്ലോ എന്നുള്ളതാണ് പൊതുവെയുള്ള ഫീഡ്ബാക്ക്. ഇത് വേണ്ട, അത്ര പേടി എന്ന് വെച്ചാൽ ഇപ്പൊ ആസ് എൻ ആർട്ടിസ്റ്റ് ഇങ്ങനെ അടുത്ത് പറയുമ്പോഴേ ഒരു സാധനം അപ്രൂവ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ അത് ഭയങ്കര കിടിലാക്കിയിരിക്കുക. അത് കിടിലാണെന്നും അറിയാം, പക്ഷെ മറ്റേത് മതി എന്ന് ആ ഹിന്ദി സൗണ്ടിങ് എന്ന് വെച്ചാൽ ഭയങ്കര ലെയേഴ്സ് ഒന്നും വേണ്ട. അപ്പം ഇത് പക്ഷെ വർക്ക് ചെയ്തെടുത്ത് പ്രസന്റും ചെയ്യണം. അതായത്
അപ്പം ഞാൻ വർക്കിൻ്റെ അടുത്ത് ഇത് രണ്ടും കൂടെ വെച്ചിട്ടൊക്കെ കേൾപ്പിച്ചെടുത്തു. കാരണം ഇത് നമ്മളെപ്പോഴും വർക്കിയുടെ സ്റ്റുഡിയോയിൽ തന്നെ ഇരുന്നിട്ട് നമ്മളത് കേട്ടപ്പോഴത്തേക്കും വി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ ആൻഡ് എനർജി. ഞാൻ, വർക്കി, ശംഭു, പിക്കു, നിക്കി, അർജുൻ, ഗൗതം, എല്ലാവരും കേട്ടിട്ട് നമ്മൾ ഭയങ്കര രസമായിട്ട് ഈ ഒരു ഏരിയ കേട്ട. അപ്പം അതിലെവിടെയോ ഒരു കട്ടിക്കുറവുണ്ട് ആ മ്യൂസിക്കിൽ. എന്നിട്ട് അത് അവസാനമാകുമ്പോൾ ഭയങ്കര തിക്കാവും. അപ്പോൾ ആ കട്ടിക്കുറവ് ഭയങ്കര രസമാണ്. ആക്ച്വലി എല്ലാ ശബ്ദവും കേൾക്കും, തിരക്കം കേൾക്കും, ലിസൺ ടു ലോട്ട്. പക്ഷേ ഭയങ്കര ഇതായിട്ട് വരുമ്പോഴത്തേക്കും ഒരു സൗണ്ട് ഡ്രിവൺ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അത്രയൊന്നും സംഭവിക്കുന്നുണ്ട്, പക്ഷെ അത്രയൊന്നും വേണ്ട അവിടെ. അല്ല അത്രയും വരുമ്പം ടുവേർഡ്സ് ദി എൻഡ് അതിന്റെ ബ്രീത്തേഴ്സ് ഇല്ലാതെ എൻഡിലുള്ളതിന്റെ ഇമ്പാക്ട് കിട്ടാതെ പോകും. പക്ഷെ അപ്പം ജനറലി അപ്പൊ അങ്ങനത്തെ ചില ഡിസിഷൻസ് നമ്മൾ വളരെ നറേറ്റീവിനെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് എലമെന്റ് ഒക്കെ ഇടുമ്പോൾ തന്നെ അതങ്ങ് നമ്മൾ ബിൽഡ് ആവുന്നതിൽ വി വർ റിയലി ഹാപ്പി. അപ്പം അത് ആ ഏരിയയിലെ ഒരു ഏരിയയിൽ സൗണ്ട് വർക്കി ഞാനും കൂടെ പ്രശാന്തന്റെ സ്റ്റുഡിയോ വെച്ച് നിന്നിട്ട് കട്ട് ചെയ്ത് പോയി. നിങ്ങൾ അത് കേട്ടായിരുന്നു ആ ഒരു ഫുൾ എന്നൊക്കെ പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്, ലൈക്ക് ഭയങ്കര പീസ് ഒരു ഏരിയ. ഇപ്പൊ ഈ മലയാളം ഇൻഡസ്ട്രിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പുതുമകൾ കൊണ്ടുവരുന്ന ഒരു ഡയറക്ടർ എന്നുള്ളൊരു പേരുണ്ട് കൃഷ്ണേട്ടനെ നോക്കിക്കഴിഞ്ഞാൽ. ഇപ്പോൾ ആവാസവ്യൂഹം എടുത്താലും പുരുഷപ്രേത എടുത്താലും ടൈറ്റിൽ കൊണ്ടും ജോണർ കൊണ്ടും സിനിമാറ്റിക് രീതിയിലും മലയാള സിനിമയിൽ ഒരു മാറ്റം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഡയറക്ടറാണ്. അപ്പോൾ ഇത് ഇന്റൻഷനലി മലയാളത്തിൽ ഇങ്ങനത്തെ ജോണേഴ്സ് വരണം എന്ന് ഇനി കമ്മിങ് ഇയേഴ്സിൽ ഇനി വരണം എന്നുള്ള ഉദ്ദേശത്തോടാണ് ഇങ്ങനത്തെ ജോണേഴ്സ് ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണോ ഇഷ്ടം, താല്പര്യം? എനിക്ക് തിങ്ക് ചെയ്തത് പെട്ടെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഞാൻ സെക്കൻഡ് എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നത് ഐ വോണ്ട് ടു ഡു ഓൾ ജോണേഴ്സ്. എനിക്ക് എല്ലാ ജോണറിലും എനിക്ക് ഈ നമ്മുടെ ബ്രെയിൻ ലാസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെ പീക്കിൻ്റെ ഇടയിലൊരു ചെയ്യുന്നത് എല്ലാ ജോണറും എൻ്റെ രീതിയിലൊന്ന് ടച്ച് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ വൃത്താകൃതിയൊക്കെ എനിക്ക് ഒരു ബൈക്ക് പാക്കിംഗ് ട്രാവൽ ഫിലിമാണ്. ആവാസം എനിക്ക് സൂപ്പർ ഹീറോ ഫിലിമാണ്. അല്ലെങ്കിൽ പുരുഷപ്രേതം എനിക്കൊരു കോപ്പ് ഡ്രാമ ഒക്കെയാണ്. സംഘർഷൻ എനിക്കൊരു വാർ മൂവിയാണ്. അതുപോലെ ഫസ്റ്റ് ഗാങ്സ്റ്റർ സാധനം. അപ്പോൾ സംഘർഷൻ സം പീപ്പിൾ സേ ഇറ്റ്സ് എ ഗാങ്സ്റ്റർ, ഫോർ മീ ഇറ്റ്സ് എൻ ആൻറ്റി വാർ. അപ്പോൾ എനിക്ക് അതുപോലെ ഇനി റോം കോം ചെയ്യണമെന്നുണ്ട്. അങ്ങനെ എല്ലാ ജോണറും നമ്മൾ ഫിലിം സ്കൂളിലൊക്കെ പഠിക്കുന്ന ജോണറില്ല, അതിൽ പോയി ടച്ച് ചെയ്തിട്ട് അതിനെ എനിക്ക് വേറെ എൻ്റെ രീതിയിലൊക്കെ എന്തെങ്കിലും പറഞ്ഞു. ഇതാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ മൈൻഡ്. ഇത് മലയാളത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യത്തിന് ഈ സ്പേസ് അല്ലേ. അപ്പോൾ ഈ സ്പേസിൽ അങ്ങനത്തെ പരിപാടികൾ അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. എന്ന് വെച്ചാൽ ബിക്കോസ് ഓഫ് ദി എക്കണോമിക്സ് ഓഫ് തിങ്സ്. അപ്പം ഇത് ചെയ്യുമ്പോഴത്തേക്കും ആ എക്കണോമിക്സ് നമ്മൾ പലപ്പോഴും വെൻ ദ മ്യൂസിക് ഡയറക്ടർ ഫോർഗോട്ട് ദ ബഡ്ജറ്റ് സെറ്റപ്പും അങ്ങനെയൊക്കെ ഉണ്ട് എപ്പോഴും. അപ്പം നമുക്ക് അങ്ങനത്തെ കൊളാബറേഷൻസ് മ്യൂസിക് ഡയറക്ടറിൽ എല്ലാ ടീം മീറ്റ്സ് ഉണ്ട്. അപ്പം ഇറ്റ് എൻഡ്സ് അപ്പ് ബീയിങ് സംതിങ് റിയലി വൈൽഡ്. അപ്പോൾ അതാണ് അത് ഡെലിബറേറ്റ്, അങ്ങനെ ഡെലിബറേഷൻസ് ഒന്നുമില്ല. സ്പോണ്ടേനിറ്റിയുടെ ഡിസൈനാണിത്. ഓക്കെ, എനിക്ക് ഇനി ഒരു പാട്ടും കൂടെ കേൾക്കണം എന്നുണ്ട്. സംഗീതേച്ചി എന്നോട് പറഞ്ഞ മാക്സിമം പാട്ട് പഠിച്ചോളാനൊക്കെ. ഇവിടെ ഇല്ല 21 പാട്ട്, 24 പാട്ടുണ്ട്. 24 പാട്ട് അല്ല, ലൈവായിട്ട് ഒരെണ്ണം കേൾക്കാം. ഒരു പാട്ട് വേണം ഇല്ലേ? ടൂൾസ് എടുക്കാം. വേറൊന്നും പാടുന്നത് ഈ സീരീസിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് കണ്ടംപററി പോയറ്റ്സ് നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓരോ മിന്നൽ കീറിൽ കാണും, ഓരോ മിന്നൽ കീറിൽ കാണും, കണ്ണാകെ പൊയ് മൂടുന്നു, ഒന്നായി ഞാനും മറയും, രാവിൻ നൂലിൽ ചോരും നീ, നിഴലായി ചേരുന്നോരിന്നാരുയിരുളേ, കൺകോണിൽ തൂവുന്ന പുഞ്ചിരിയോ, കൽപോലെ മിന്നുന്ന വാൾമുനയോ, കൺകോണി തൂവുന്ന പുഞ്ചിരിയോ, കൽപോലെ മിന്നുന്ന വാൾമുന നീളുന്നു. ഈ മഴയിൽ വെൺചായങ്ങൾ ഉരുകി അഴിഞ്ഞു പോകരും ഉടലായി മാറും, നാം വെയിലിൻ നിറമാറും ഉള്ളൊഴുക്കിൻ ആഴങ്ങൾ കൺമണിയേ, കൺമണിയേ, കൺ
പോകുന്നൊരു പാട്ട്. അടിപൊളി. സോ ഗുഡ്. അടുത്തൊരു പാട്ടുള്ള പാടാം. Yes. ഈ സീരീസിൽ തന്നെ ഈ പാട്ട് എഴുതിയത് അനിൽ ലാലാണ്. പാട്ടിലേക്ക് ഒരു കാര്യം പറയാൻ പറഞ്ഞു. നേരത്തെ പാട്ട് ഒറിജിനലി പാടിയിരിക്കുന്നത് പാർവതി AG എന്ന പ്രൊഡ്യൂസറാണ്. വാച്ച് ഔട്ട് ഫോർ പാർവതി AG. 1 2 3 go. കാണാത്തത് കാണണതിന്റെ പ്രേമമതി നീ നോക്കണതേ, വാടാത്തൊരു പൂക്കാലം വരവാകുന്നോ. വന്നിട്ടുണ്ടേ വിരിഞ്ഞിട്ടുണ്ടേ നിന്നെ കൊണ്ടേ പറക്കണ മോഹങ്ങൾ. കടലാസിലൊരുങ്ങണ വഞ്ചിയിലേറി പോകണ സ്വപ്നത്തിൽ പുഴപാടും പാട്ടിൽ നിന്നോളം കിളിവാലു കിലുങ്ങണ പോലെ നെഞ്ചിൽ താളം തുള്ളുമ്പോൾ കരയാകണതും കടലാകണതും അറിയാതെ തേടുമ്പോൾ വാനിലം വിളിതാവിലെത്തണ് താരകങ്ങൾ പൂത്ത് നിക്കണ് നീലമുന്തിരി നീരൊരുക്കണ് കൂടി വരുന്നോരാനന്ദം. കാണാത്തത് കാണണതെന്റെ പ്രേമമതി നീ നോക്കണതേ, പാടാത്തൊരു പൂക്കാലം വരവാകുന്നോ. വന്നിട്ടുണ്ടേ തിരിഞ്ഞിട്ടുണ്ടേ നിന്നെ കൊണ്ട് പറക്കണ മോഹങ്ങൾ. അടിപൊളി അടിപൊളി. നല്ലൊരു കൺസേർട്ട് ഒക്കെ കഴിഞ്ഞൊരു ഫീല്. അടിപൊളി. എനിക്ക് ശരിക്കും ഫാൻ ഗേൾ മൊമെന്റ് ആയിരുന്നു. താങ്ക് യു. എനിക്ക് ഇതുവരെ സൂരജേട്ടന്റെ ലൈവ് ഷോസ് ഒന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതിനുള്ള പ്രൊമോഷനായി ഉറപ്പായിട്ട് വന്നിരിക്കും. എനിക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നപ്പോൾ കുറേ തവണ ഇങ്ങനെ കനകക്കുന്നിൽ വന്നപ്പോഴൊക്കെ എനിക്ക് ഇങ്ങനെ വരണം എന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയിട്ടില്ല. എനിക്ക് എന്തോ ലൈവായിട്ട് ഇത്ര അടുത്ത് തന്നെ കിട്ടി. താങ്ക് യു സോ മച്ച്. അപ്പൊ സംഭവ വിവരണം 4.5 സംഘം വെബ് സീരീസ് 29th സോണി ലീവിൽ റിലീസ് ആവുകയാണ്. ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വർക്ക്. എല്ലാം കൊണ്ടും ശാന്തന്റെ വർക്ക്, മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് എല്ലാം കൊണ്ടും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വർക്കാണ്. എല്ലാവിധ ആശംസകളും ഫുൾ ടീമിന്, ഹോൾ ടീം. കുറെ പേര് ക്യാമറയുടെ ബാക്കിലുണ്ട്, പ്രേക്ഷകരോടാണ്. എല്ലാവർക്കും തന്നെ എല്ലാവിധ ആശംസകളും. വലിയൊരു സക്സസ്, ഒരു വിജയം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.